US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് H-1B വിസയ്ക്ക് കനത്ത ഫീസ് ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചത് ആശങ്കയോടെയാണ് ലോകം മുഴുവൻ കേട്ടത്. പ്രത്യേകിച്ച് ഇന്ത്യക്കാർ. അമേരിക്ക അനുവദിക്കുന്നതിൽ 70% H-1B വിസയും നേടിയിരുന്നത് ഇന്ത്യക്കാരാണ്. അതുകൊണ്ട് തന്നെ വിസയ്ക്ക് $1,00,000 എന്ന ഫീസ് വർധന സ്വാഭാവികമായും ഇന്ത്യക്കാരെ തന്നെയാകും ബാധിക്കുക. എന്നാൽ ഇക്കാര്യത്തിൽ ചെറുതല്ലാത്ത ആശ്വാസം ഉണ്ടായിരിക്കുന്ന വിവരമാണ് നമുക്ക് പറയാനുള്ളത്. H-1B വിസയിൽ US ഇറക്കിയ പുതിയ മാർഗനിർദ്ദേശങ്ങളാണ് ആശ്വാസത്തിലേക്ക് വഴിവെച്ചിരിക്കുന്നത്. അതായത് വിസയ്ക്ക് $1,00,000 എന്ന തുകയ്ക്ക് മാറ്റമില്ല, പക്ഷേ അത് എല്ലാവർക്കും ബാധകമല്ലെന്നാണ് US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിന്റെ മാർഗനിർദ്ദേശങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. നിലവിൽ അമേരിക്കയിൽ താമസിക്കുന്നവർക്ക് വിസ പുതുക്കാൻ ഈ അധിക തുക അടയ്ക്കേണ്ടതില്ല. അമേരിക്കയ്ക്ക് പുറത്തുനിന്ന് പുതുതായി വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് $1,00,000 ഫീസ് കെട്ടിവെക്കേണ്ടതുള്ളൂ. അതിന്റെ ഒരു കണക്ക് പരിശോധിച്ചാൽ 2024 1,41,000 H-1B വിസകളാണ് അമേരിക്ക അനുവദിച്ചത്. ഇതിൽ 54% അമേരിക്കയിലുള്ള വിദേശ പൗരർക്കാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ട്രംപ് വിസ ഫീസ് വർധന പ്രഖ്യാപിച്ചപ്പോൾ വിലയിരുത്തപ്പെട്ട അത്ര ഭീമമായ തിരിച്ചടി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഉണ്ടാവില്ലെന്ന് കണക്കാക്കാം. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് അഭ്യസ്തവിദ്യരായ ആളുകൾ നിരവധിയായി അമേരിക്കയിലെത്തുമ്പോൾ അവിടെയുള്ളവർക്ക് ജോലി നഷ്ടമാകുന്നുവെന്നാണ് US ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ. US കമ്പനികൾക്ക് ലാഭം ഇന്ത്യക്കാരെ ജോലിക്കെടുക്കുന്നതാണ്. കാരണം താരതമ്യേന ശമ്പളം കുറച്ചു മതി. ഇതാണ് അമേരിക്കൻ കമ്പനികളെ ഇന്ത്യക്കാരിലേക്ക് അടുപ്പിക്കുന്നത്. ഈ ലാഭം ഒഴിവാക്കാനാണ് H-1B വിസ ഫീസ് കുത്തനെ ഉയർത്തി $1,00,000 ആക്കിയത്. കമ്പനികൾ ജീവനക്കാർക്ക് നൽകുന്ന തുകയ്ക്ക് പുറമെ സർക്കാരിനും പണം കെട്ടിവെക്കണം. അങ്ങനെ വരുമ്പോൾ അമേരിക്കൻ പൗരന്മാരെ ജോലിക്ക് വയ്ക്കുന്നതാകും നല്ലതെന്ന് കമ്പനികൾ തീരുമാനിക്കും. ഇതാണ് ട്രംപിന്റെ ലക്ഷ്യം. ഇതിനൊപ്പം കഴിവുള്ള വിദേശ പൗരരെ അമേരിക്കയിൽ എത്തിക്കാനും ട്രംപ് വഴി കണ്ടിരുന്നു. വർഷം 1.5 ലക്ഷത്തിലധികം പാക്കേജുള്ള ജീവനക്കാർക്ക് 4 വർഷം വരെ വിസ പുതുക്കി നൽകും. അമേരിക്കൻ കമ്പനികൾ വർഷം ഇത്രയും തുക സാധാരണ ജീവനക്കാർക്ക് നൽകില്ലല്ലോ. ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ വൈറ്റ് ഹൗസ് വിസ പുതുക്കുന്നവർക്ക് അധിക ഫീസ് അടയ്ക്കേണ്ടെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിന്റെ മാർഗനിർദ്ദേശങ്ങൾ പുറത്തു വന്നതോടെയാണ് ഇക്കാര്യത്തിൽ വ്യക്തത വന്നിരിക്കുന്നത്. വിസ ഫീസ് കുത്തനെ ഉയർത്തിയ സാഹചര്യം നേരത്തെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നതാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന കാരണം ചൂണ്ടിക്കാട്ടി ഇന്ത്യക്ക് അധിക ചുങ്കം ചുമത്തിയതിന് പിന്നാലെയാണ് H-1B വിസയുടെ ഫീസും ഉയർത്തിയത്. ഈ നടപടിയും ഇന്ത്യയെ തന്നെയായിരുന്നു വലിയ തോതിൽ ബാധിക്കുന്നതും. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇടപെട്ടെന്ന ട്രംപിന്റെ വാദം തള്ളിയതാണ് ഇന്ത്യക്കെതിരെ നിലപാട് കടുപ്പിക്കാനുള്ള പ്രധാന കാരണമെന്നും വിലയിരുത്തലുകൾ വന്നു. പിന്നീട് ഇന്ത്യ ചൈനയുമായി അടുത്തു. മറ്റു രാജ്യങ്ങളുമായുള്ള വ്യാപാരം ഉയർത്താൻ ചർച്ചകളും തുടങ്ങി. അങ്ങനെ ഇരിക്കെയാണ് ഇപ്പോൾ H-1B വിസയിൽ അമേരിക്ക പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്.